കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വേറെ എല്ലാവർക്കും വേണ്ടി ചിന്തിച്ചുകൊണ്ട് നടക്കുക. നിന്റെ ഈ സ്വഭാവം കാരണം നീ നിന്നെ മാത്രമല്ല നിന്നെ സ്നേഹിക്കുന്നവരെ കൂടി ഒരു കാര്യമില്ലാതെ വിഷമിപ്പിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ നല്ലൊരു മനസ്സുണ്ടായതുകൊണ്ട് മാത്രമായില്ല. ആ മനസ്സിന്റെ ഉള്ളിലെ നന്മ അവനവന് തന്നെ ദോഷമായി മാറാതെ നോക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്. എത്ര തന്നെ നീ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പാടുപെട്ടാലും എന്നും ഇതേപോലെ ചെയ്യാത്ത കുറ്റത്തിന് മറ്റുള്ളവരുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. എന്താ ഇത്? എന്ത് പറ്റിയതാ? എന്താ കയ്യില് മുറിവ്? അതൊന്നുമില്ല, കയ്യിന്ന് വരും. അവിടെ ഇരുന്നേ, ഇരിക്ക് ദേവേട്ടാ, കേക്ക്. വൈദേഹി, നീയും ആ വിനീനും രണ്ടുപേരും ഓവർ ആക്ഷനാ. മിണ്ടാതിരിക്ക് ദേവേട്ടാ. എന്നാലും ഇതെങ്ങനെ ഉണ്ടായതാ? അത് കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്തിനാ വെറുതെ ഈ ഓവർ ആക്ഷൻ കാണിക്കുന്നേ? നിന്റെ ജീവിതം മൊത്തം നാടകമാണല്ലോ. അതെന്താ ദേവേട്ട അങ്ങനെ പറഞ്ഞേ? കൈയെല്ലാം മുറിവ്, അതിന് ചോര വരുന്നുണ്ട്, വിഷമാവില്ലേ? ഞാൻ നിന്നെ തല്ലി ഈ കയ്യിൽ മുറിവേറ്റപ്പോ നീ കരയുകയാണോ? അത് നിന്നെ തല്ലിയ സമയത്ത് സംഭവിച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നിന്റെ ബുദ്ധിക്ക് അല്പം തെളിച്ചം വരുമല്ലോ എന്നോർത്ത് സന്തോഷിച്ചേനെ. അല്ല, ഞാൻ നിന്നെ തല്ലിയിട്ട് നിനക്ക് അതിൽ യാതൊരു വിഷമമില്ലേ വൈദേഹി? എന്തിനാ ദേവേട്ട? അല്ല, പക്ഷെ ഒത്തിരി സന്തോഷം തോന്നി. ദേഷ്യപ്പെടുമ്പോഴും സ്നേഹം കാണിക്കുന്ന ഒരു കൂട്ട് കിട്ടുകയെന്ന് വെച്ചാ എത്ര വലിയ ഭാഗ്യ. എന്റെ മനസ്സിൻ ചിപ്പിയിലെന്നോ വന്നൊരു വെൺമുത്തേ, അശ്രുവിലാളും പുഞ്ചിരിയായി ഞാൻ നിന്നെ കൊടിവച്ചേ. മാറിലേ ചൂടിനാലോ മുഖമാം നോക്കിനാലോ കാറ്റിലേ വേദന പോലും സന്തോഷമായി മാറുന്നത് വളരെ വലിയ ഭാഗ്യം. ഭ്രാന്താണോ നിനക്ക്? കാരണം നോക്കി അടി കെട്ടിട്ട് സന്തോഷമാണെന്നോ? അടിച്ചായിരുന്നു, പക്ഷെ എന്തിനായിരുന്നു? തെറ്റ് ചെയ്തതിന്റെ പേരിലല്ലല്ലോ. മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് ചിന്തിച്ച്
തെറ്റ് ചെയ്യാതെ കുറ്റവാളിയായി മാറുന്നത് കണ്ടപ്പോഴുള്ള വിഷമം കൊണ്ടല്ലേ അടിച്ചത്. അതിൽ ഞാൻ കണ്ടതെല്ലാം എന്നോടുള്ള സ്നേഹം മാത്രം. അതിനെന്തിനും ഞാൻ വിഷമിക്കണം? ആ? എന്നോടുള്ള വാശിയുടെ പേരിൽ ദേവേട്ടൻ എന്നോട് ഒട്ടും ഇഷ്ടമില്ലാത്ത പോലെ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവുമ്പോ ദേവേട്ടൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് പുറത്തു വരുന്നുണ്ട്. ഇതിനേക്കാളും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം മറ്റെന്താണത് ദേവേട്ട? ഇല്ല, നീ വെറുതെ കാട് കയറി ചിന്തിക്കുന്നു വേണ്ട. അത്ര വലിയ സീനൊന്നും ഇതിലില്ല. ഒരു കാര്യമില്ലാതെ അമ്മ നിന്നെ വഴക്ക് പറയുന്നത് കണ്ടപ്പോ ഒരു കൂസലും ഇല്ലാതെ പൊട്ടിയെപ്പോലെ നിൽക്കുന്ന കണ്ടപ്പോ ദേഷ്യ വന്നത്. അതല്ലാതെ സ്നേഹമോ പ്രേമോ ഒരു മണ്ണാങ്കട്ടിയില്ല ഇതിനകത്ത്. കണ്ടോ വീണ്ടും എന്നെ പൊട്ടിന്ന് വിളിക്കുന്നു. ആരാണ് പൊട്ടിയെന്നും ആർക്കാ ബുദ്ധിയുള്ളതെന്നും ഒരിക്കൽ കൂടി ഒന്ന് തെളിയിക്കാൻ ശ്രമിച്ചാലോ? ഒരു തെളിവിന്റെ ആവശ്യമില്ല. സാരി കരിച്ചിട്ട് അമ്മയുടെ വായിന്ന് ഇപ്പൊ കേട്ടല്ലേ ഉള്ളൂ. അത് മതിയല്ലോ. നിനക്കൊട്ടും വിവരമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ. ഞാനാണോ സാരി കരിച്ചത്? ദേവേട്ടൻ അത് വിശ്വസിക്കുന്നുണ്ടോ? എവിടെ ഒന്നുകൂടി പറഞ്ഞേ, പറയേ 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 ദേവേട്ടാ, പറ പറയാ, പറ, എവിടെ പറയേ പറയാ, പറ പറയാ ദേവേട്ടാ. എന്നോട് ദേഷ്യാണോ? എവിടെ? അയ്യോടാ, മുഖക്ക് ചുവന്ന് തുടുത്തല്ലോ. ദേഷ്യപ്പെടുമ്പോ സ്ത്രീകളുടെ സൗന്ദര്യം കൂടാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ദേവേട്ടന്റെ സൗന്ദര്യം കൂടി. എന്നാലും എന്റെ ദേവേട്ടനെ ദേഷ്യപ്പെടണ്ട. ദേഷ്യം വന്നാലുണ്ടല്ലോ പെട്ടെന്ന് വാർദ്ധക്യം ബാധിക്കുന്ന പറയാറ്. നമ്മൾ ഒരിക്കലും വൃദ്ധനും വൃദ്ധയും ആവരുത്. കൂട്ടിക്കളി പോട്ടെ, പാവാന്ന് വിചാരിച്ചപ്പോ അങ്ങ് കേറി കളിക്ക. എന്റെ മനസ്സിൻ ചിപ്പിയിലെന്നോ വന്നൊരു വെൺമുത്തേ, അശ്രുവിലാളും പുഞ്ചിരിയായി ഞാൻ നിന്നെ കുടിവച്ചേ. മാറിലേ ചൂടിനാലോ മുഖമാം നോക്കിനാലോ കാറ്റിലേ വീപ്പിനാലോ തൂവയിൽ. എന്തെങ്ങനെ വായി നോക്കി നിൽക്കുന്നേ? നിന്റെ ഈ കള്ളച്ചിരി കാണാൻ ഇവിടെ ആരുമില്ലാന്ന് ഓർത്താൻ നല്ലതാ. എന്റെ മനസ്സിൻ ചിപ്പിയിലെന്നോ വന്നൊരു വെൺമുത്തേ, അശ്രുവിലാളും പുഞ്ചിരിയായി ഞാൻ നിന്നെ കുടിവച്ചേ. നിറച്ചേ മനസ്സിനകത്ത് അത്ര സ്നേഹം ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. പക്ഷെ പുറത്ത് കാണിക്കാനായിട്ട് എന്തൊരു മടിയാ. എപ്പോഴാ പുറത്ത് കാണിക്ക? കാത്തിരിക്കാ ഞാൻ. രാമ, എന്റെ ദേവേട്ടൻ കാണിക്കുന്ന ഈ വാശിയൊക്കെ ഒന്ന് പെട്ടെന്ന് മാറ്റിത്താ. ജാലകങ്ങൾ തേടി വന്നു രാവിൽ കാവൽ മേഘ
മേഘമെന്ന പോലെ മുന്നിൽ നിന്നെ നോക്കി നിന്നു മുന്നിലീ ഞാൻ. നമ്മൾ ഒരിക്കലും വൃദ്ധനും വൃദ്ധയും ആവരുത്. ഈ ചെറിയൊരു മുറിവ് കണ്ടപ്പോഴേക്കും എന്നെക്കാളും നിനക്കാണല്ലോ വേദനിച്ചത്. എന്തൊരു സ്നേഹാടി നിനക്ക്, മന്ദബുദ്ധി. ദാസേട്ടാ, എന്താ ദാസേട്ടാ? എത്രയോ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാ. ഈ ചെറിയ പ്രശ്നത്തിന് എന്തിനാ സമയം ചോദിച്ച്? ഒരു തീരുമാനം ജീവിതത്തെ തന്നെ തകിടം മറിക്കുമ്പോൾ അല്പം സമയമെടുക്കുന്നത് നല്ലതാ. അതാ അവരോട് ഞാൻ സമയം പറഞ്ഞത്. അതെന്താ? ഇതിലും ഗുരുതരമായ എത്രയോ പ്രശ്നങ്ങള് നിമിഷ നേരം കൊണ്ട് ദാസേട്ടൻ പരിഹരിച്ചിട്ടുണ്ട്. പിന്നെന്തിന് ഈ പ്രശ്നത്തെ ഇത്ര കണ്ട് ഭയക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദാസേട്ടാ. ദാസേട്ടന് എന്താ പറ്റിയേ? അവരുടെ പ്രശ്നം ഓർത്ത് ദാസേട്ടൻ എന്തിനാ വിഷമിക്കുന്നേ? എന്താ ദാസേട്ടാ? എനിക്കുണ്ടാകുന്ന മോക്ക് വെല്ലേട്ടന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാവോ? ഓ, ഉറപ്പായിട്ടും കഴിപ്പിക്കാം. എന്റെ മോനെ കൊണ്ട് നിന്റെ മോളെ മാത്രമേ ഞാൻ കല്യാണം കഴിപ്പിക്കൂ. താങ്ക്സ് വെല്ലേട്ടാ. ചോദിച്ചത് കേട്ടില്ലേ ദാസേട്ടാ? ഇങ്ങനെയുള്ള സമയത്ത് മൗനം പാലിച്ച വിഷമം മാത്രമല്ല, പേടിയും തോന്നുക. എന്താ ദാസേട്ടന്റെ പ്രശ്നം? എന്റെ പ്രശ്നം എന്താണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ കൗസല്യേ? എന്തിനെ കുറിച്ച് ദാസേട്ടൻ പറയുന്നത്? ഇതുപോലെയുള്ളൊരു പ്രശ്നം ഈ വീട്ടിലും ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോയി കൗസല്യേ. ചന്ദ്രിക, എല്ലാം തയ്യാറാണല്ലോ അല്ലേ? ഞാനെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ചേച്ചി. ദാസേട്ടാ, ദാസേട്ടാ. എന്താ കൗസല്യേ? ദാസേട്ട, സമയം പോകുന്നു, ശാന്തയെ കാണുന്നില്ലല്ലോ. നീ അത് കേട്ടോ? അവിടെ എത്തി. എത്തിയെന്നോ? എന്നിട്ട് എവിടെ? ശരിയാണല്ലോ. വല്യേട്ടാ, വല്യേട്ടാ, സുഖാണോ? മോളെ കാണട്ടെ. സുഖമാണോ ശാന്തി? അതെ, സുഖാണോ ശാന്ത? സുഖായിരിക്കുന്നു മോളെ. അതൊക്കെ ഇരിക്കട്ടെ. ശാന്ത എത്തിന്നുള്ളത് ദാസേട്ടൻ എങ്ങനെ മനസ്സിലാക്കി? നിനക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ലേ? എന്റെ ശാന്തമ്മയുടെ ചിരി, അവളുടെ കൊലുസിന്റെ ശബ്ദം, ഇത് രണ്ടും ഈ ഭൂമിയില് വേറെ എവിടെയും കേൾക്കാൻ കഴിയും. എന്താ ചക്കരേ, എന്താ ശരി, നടക്കും. അമ്മായി, അമ്മായി. അജയ, സുഖമാണോ ചേച്ചി? സുഖായിരിക്കുന്നു. നീയോ? സുഖമാ ചേച്ചി. എന്റെ അനന്തരവള് നല്ല മിടുക്കി കുട്ടിയാ. ചേട്ടന്റെ അനന്തരവള് പൊന്നു തന്നെയാ, സമ്മതിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു വിശേഷ ദിവസം അമ്മാവൻ അനന്തരവൾക്ക് എന്ത് സമ്മാനമാ കൊടുക്കുന്നത്? കൗസല്യേ,
കൊച്ചുമോളെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേടാ. എന്റെ കണ്ണീര് കിട്ടാണ്ടിരിക്കട്ടെ. ദേവാ, നിന്റെ മുറപ്പെണ്ണാടാ, നിനക്കിഷ്ടപ്പെട്ടാ? വല്യേട്ടൻ അനിയത്തിയോടുള്ള സ്നേഹത്തെക്കാളും ഇപ്പൊ അനന്തരവളോടാണല്ലോ സ്നേഹം കൂടുതൽ. ഇനി അമ്മാവൻ നോക്കിക്കോളും പൊന്നുപോലെ. ഈ ചടങ്ങ് തന്നെ ഇത്രയും ഗംഭീരമാക്കിയപ്പോ ഇനി ഇവളുടെ പഠിത്തവും കല്യാണവും ഒക്കെ അതിഗംഭീരമായിരിക്കുമല്ലോ. ചേട്ടന്റെ അനന്തരവള് ഏത് വീട്ടിലേക്ക് മരുമകളായി കയറി ചെന്നാലും അവര് ശരിക്കും ഭാഗ്യം ചെയ്തവരാ. ചന്ദ്രികെ, ഇവളെ എന്തിനു നമ്മൾ മറ്റൊരു വീട്ടിലെ മരുമകളായിട്ട് പറഞ്ഞു വിടണം? ഇവള് നമ്മളുടെ വീട്ടിലെ മരുമകളാ. ഞാൻ ജനിച്ച ഈ വീട്ടിലേക്കാ അവള് കല്യാണം കഴിച്ച് വരാൻ പോകുന്നത്. വല്യേട്ടൻ ചെറുപ്പത്തിൽ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ, എന്റെ മോളെ വല്യേട്ടന്റെ വീട്ടിലെ മരുമോളാക്കിക്കൊള്ളാന്ന്. അതിന് മാറ്റമൊന്നുമില്ലല്ലോ. നിന്റെ വല്യേട്ടൻ വാക്ക് പറഞ്ഞാൽ തെറ്റിക്കാറില്ല. പുറമേയുള്ളവർക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ചിട്ടില്ല. അപ്പൊ എന്റെ ശാന്തമ്മയ്ക്ക് നൽകിയ വാക്ക് തെറ്റിക്കൂ? നിനക്കൊരു മകള് ജനിച്ച അതെന്റെ മരുമകളായിരിക്കുമെന്ന് നമ്മൾ ചെറുപ്പത്തിലെ തീരുമാനിച്ചതല്ലേ. ആ ഒരു വാക്കനുസരിച്ച് എന്റെ ഇളയ മോൻ ദേവനെ കൊണ്ട് നിന്റെ മോളെ ഞാൻ കല്യാണം കഴിപ്പിക്കും. വീണ്ടും ഞാൻ നിനക്ക് വാക്ക് തരാ. എന്റെ ജീവൻ പോയാലും ഈ വാക്ക് തെറ്റിക്കില്ല. എനിക്കിത് മാത്രം മതി ഏട്ടാ. ഇങ്ങനൊരു വല്യേട്ടനെ കിട്ടിയത് എത്രയോ ജന്മത്തിന്റെ സുഹൃതം കൊണ്ടാ. ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത എനിക്ക് മറ്റൊരാളുടെ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കണ്ടെത്താനാവും? അതിപ്പോഴും ദാസേട്ടന് ഓർമ്മയുണ്ടോ? അതെന്താ കൗസല്യ അങ്ങനെ ചോദിച്ചത്? മറക്കാൻ പറ്റുമോ? വാക്ക് കൊടുത്തവനില്ലാതായാലും സ്വീകരിച്ചവനില്ലാതായാലും കൊടുത്ത വാക്കിനൊരു മാറ്റം ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇപ്പോഴും ഉണ്ട്, നമ്മൾ കൊടുത്ത വാക്കുണ്ട്. കൊടുത്ത വാക്കൊരിക്കലും തെറ്റിക്കാൻ പാടില്ല. നീ ഇപ്പോഴല്ലേ ഇതിനെക്കുറിച്ച് ഓർത്തത്? പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയെടുക്കണം. എങ്കിലേ അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റൂ. ദശരഥ രാമവർമ്മ സാറേ, ദശരഥ രാമവർമ്മ സാർ ഇല്ലേ ഇവിടെ? ആ, നമസ്കാരം കൗസല്യാമ്മേ. നമസ്കാരം. ആരെ മനസ്സിലായില്ല? ദാസേട്ടൻ വീട്ടിലില്ല. ഞാൻ നാരായണൻ പിഷാരടി. ഗുരുക്കള് പറഞ്ഞയച്ചതാ. ഗുരുക്കള് പറഞ്ഞയച്ചതാണോ? വരൂ, വന്നിരിക്കൂ. വേണ്ട കൗസല്യാമ്മേ, ഗുരുക്കൾ ഒരു മഹാചണ്ഡിയാഗം നടത്തിയിട്ടുണ്ട്. അതിന്റെ സിന്ദൂരം തന്നെ അയച്ചിട്ടുണ്ട്. ഇത് അത്യധികം പവിത്രമായതാ. ഇത് മംഗല്യത്തിൽ തൊട്ട് കൊടുത്ത മംഗല്യഭാഗ്യം ചിരകാലം ഉണ്ടായിരിക്കും. ഭർത്താവിന്റെ ദീർഘായുസിനും ആരോഗ്യത്തിനും ഒരു അപകടം ഉണ്ടാവില്ല കൗസല്യാമ്മേ. വാങ്ങിച്ചോള. ഓം നമ ശിവായ. വളരെ നന്ദിയുണ്ട്. എന്നാ പിന്നെ ഒരല്പം തിരക്കുണ്ടായിരുന്നു. ആയിക്കോട്ടെ. ഊർമിളേ, ഊർമിളേ, വൈദേഹി, രണ്ടാളൊന്ന് താഴേക്ക് വന്നേ. ആ, ദാ വരുന്നു അമ്മേ. അമ്മേ, വിളിച്ചായിരുന്നോ? വാ മക്കളെ. രാജഗുരുക്കൾക്ക് നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ എന്ത് കരുതലെന്നോ. കൊട്ടാരം വീടിന്റെ ക്ഷേമത്തിനു വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ യാഗങ്ങൾ നടത്തും. ചണ്ഡിയാഗം നടത്തിയിട്ട് അതിന്റെ സിന്ദൂരം അയച്ചെന്നുണ്ട്. എടുത്തു തൊട്ടോളൂ. ഓരോ ചൂടിലും ദേവേട്ടന് ഓരോരോ ആപത്ത് വന്നുകൊണ്ടിരിക്കാം. എന്റെ ഭർത്താവിന്റെ ജീവൻ കാത്തോളണേ ദേവി.
എന്താ ഊർമിളെ, സിന്ദൂരം എടുത്ത് തൊട്ടോ? എന്തുപറ്റി? എന്താ നിന്റെ മുഖം കടന്നൽ കുത്തിയ പോലെ? പിന്നല്ലാണ്ട് എന്താ, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണമെന്നാണോ? രാജഗുരുക്കൾ ചണ്ഡിയാഗം നടത്തി സിന്ദൂരം കൊടുത്തു വിട്ടിരിക്കുന്നു. അത് മംഗല്യസൂത്രത്തിൽ തൊട്ട എല്ലാം തകിടം മറിയൂന്ന് പറഞ്ഞെന്ന്. ഇവിടെ എന്തു മാറാനാണാവോ? അജയന്റെ കാല് ശരിയാവോ? കൂടെ ജീവിക്കാൻ പറ്റൂ? പേരിനെടുത്ത് തൊട്ടിട്ട് ഞാനിങ്ങ് പോന്നു. അല്ല പിന്നെ. മാളവികേ,